2 ചിത്രമാണ് പ്രത്യേകം പറഞ്ഞിരുന്നല്ലോ. ഒന്ന് സാലിഹും നിഴൽവാരികൾ. ഷാജു അൽപ്രസാദിനെ പറയുന്നത്. സ്നേഹമുള്ളവരെ, എല്ലാവർക്കും ഓണാശംസകൾ. ആദ്യം തന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഇന്ത്യയിലോ കേരളത്തിലോ ഇതുപോലെ ഒരേ ലൊക്കേഷനിൽ ഒരേ സമയം ഒരേ ക്രൂസ് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന 2 ചിത്രങ്ങളാണ്. വാൽപ്പം ക്രിയേഷൻ്റെ പേരിൽ 2ാമത്തെയും 3ാമത്തെയും പ്രൊജക്റ്റായിട്ടാണ് ഇത് ഇവിടെ നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇന്നത്തെ നമ്മുടെ സോഷ്യൽ ചുറ്റുപാടുകൾ ഇന്നിവിടം വരെ എത്തി നിൽക്കുന്നുണ്ടെങ്കിലും നമ്മുടെ പഴയ തലമുറയിലെ വിവേകാനന്ദൻ, സ്വാമി വിവേകാനന്ദൻ, അതുപോലെ തന്നെ അയ്യങ്കാളി, അങ്ങനെ മറ്റു പലരും ചെയ്തു വച്ചതിൻ്റെ പൂർത്തീകരണത്തിന് ഞങ്ങളാൽ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ ദൃശ്യാവിഷ്കാരം നടത്തി കൊണ്ടുവരുന്ന ഒരു സിനിമയാണ് ഇത്. ഇതെല്ലാം നമ്മൾ ഷൂട്ടിങ്ങും അതുപോലെ തന്നെ പല ലൊക്കേഷനിലായിട്ട് ചെയ്ത് ഒരു സാധാരണ ഗ്രാമീണ പശ്ചാത്തലത്തിലും ഇത് കൊണ്ടുവന്ന് അതുപോലെ തന്നെ നമുക്ക് ബോധവൽക്കരിക്കാൻ, ഞങ്ങളെ കൊണ്ട് സമരം ചെയ്യാനോ അല്ലെങ്കിൽ തെരുവിലിറങ്ങി സമരം ചെയ്തോ അല്ലെങ്കിൽ മറ്റുള്ള സമരമുറകൾ എടുക്കാതെ ആൾക്കാരുടെ മുന്നിൽ ഇതൊരു ദൃശ്യമാധ്യമം അല്ലെങ്കിൽ ദൃശ്യവൽക്കരിച്ചിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സിദ്ദിഖ് സാറും ഞാനും എൻ്റെ ക്രൂസും ഇതിനു വേണ്ടി ഇവിടെ ഇന്ന് സമൂഹത്തിന് മുന്നിലേക്ക് ഈ ചിത്രം കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ സിനിമ ഇത് നമ്മുടെ എഡിറ്റിംഗ് വരെ കഴിഞ്ഞ് നിൽക്കുകയാണ്. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന തലങ്ങളിലേക്ക്, അതായത് നമ്മുടെ അവാർഡ് കാര്യങ്ങൾക്കും മറ്റുമായിട്ട് അയക്കുന്നതാണ്. അപ്പോൾ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഈ സിനിമയിലെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. ഞങ്ങളൊരു പ്രൂഫ് തന്നു. ഇത് നിങ്ങൾ കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. വിമർശനങ്ങളുണ്ടെങ്കിലും ആക്സെപ്റ്റ് ചെയ്ത് ഞങ്ങൾ ഇതിവിടെ നിർത്താനല്ല, ഇത് ഞങ്ങളുടെ പോരായ്മകൾ തീർത്ത് വീണ്ടും ഞങ്ങൾക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനും സമൂഹത്തിന് നന്മ നേരാനും ഒരു മാറ്റം സംഭവിക്കാനും വേണ്ടിയുള്ള ഒരു മീഡിയ ആയിട്ടാണ് ഞാൻ സിനിമയെ കാണുന്നതും അതുപോലെ തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ 2ഓ 3ഓ പ്രൊജക്റ്റ് മാത്രമല്ല, വീണ്ടും ഞങ്ങൾ പല പ്രൊജക്റ്റുകളും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, പ്ലാനുകളുണ്ട്. അപ്പോൾ സിദ്ദിഖിക്കും ഞാനും ഷിജിനും മാമ്പള്ളി ആയാലും പിന്നെ ഞങ്ങളുടെ ഡോക്ടറും പിന്നെ ബാദിഷ, അങ്ങനെ എല്ലാവരും ഒരു ടീമായിട്ട് പ്രവർത്തിക്കാം എന്നുള്ളൊരു മോഹമുണ്ട്. നസീമ, ഞാൻ ഈ സിനിമയിൽ 2 സിനിമയിലും ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ അമ്മായിയായിട്ട് അഭിനയിച്ച നസീമ ഇതിൻ്റെ കൂടെ ടീച്ചർ. അപ്പോൾ അവരും എല്ലാവരും, അതുപോലെ നമ്മുടെ കാർട്ടൂണിസ്റ്റ് ബാലചന്ദ്രൻ സാറ്, പിന്നെ അങ്ങനെ എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല. പിന്നെ റോയ് വക്കീൽ എൻ്റെ കൂടെ ഇപ്പോൾ ഉണ്ട്. എൻ്റെ നാട്ടുകാരൻ ഷാനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മമ്മൂട്ടി ദ ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞതിൽ ഫസ്റ്റ് ടൈം അവാർഡ് വാങ്ങിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഷാൻ, അപ്പോൾ അങ്ങനെ മാക്സിമം ആൾക്കാരെ കൂട്ടിച്ചേർത്ത് നമ്മുടെ കൂടെ പഠിച്ചവരും അല്ലെങ്കിൽ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചവരെയും അതുപോലെ നാട്ടുകാരെയും എല്ലാവരെയും ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രസ്ഥാനമായിട്ടാണ് ഞാൻ ഈ സിനിമയെ കൊണ്ടുപോകുന്നത്. അപ്പോൾ എല്ലാ തലത്തിലും എല്ലാ ആൾക്കാർക്കും അവസരം കിട്ടാവുന്ന രീതിയിലാണ് നമ്മുടെ ആശയം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ലാതെ കുറേ കലാകാരന്മാരെ മാത്രം എന്നും അവരെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യവസ്ഥയിൽ നിന്ന് മാറണം എന്നാണ് എൻ്റെ ചിന്തകൾ. അത് ഈ സിനിമ അല്ലെങ്കിൽ കലാരംഗത്ത് ഞാൻ നിങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ നിന്നും സിനിമയിലേക്കും ഔദ്യോഗിക ജീവിതത്തിലേക്ക് വന്ന ഒരാളാണ്. ഞാൻ മലയാളത്തിലെ 2 പത്രങ്ങളുടെ ജീവനക്കാരനായിരുന്നു. അപ്പോൾ അങ്ങനെ കല എന്ന് പറയുന്ന സംഭവത്തിലേക്ക് കടന്നു വന്ന ഒരാള് അയാൾ അതിൽ നിന്ന് മാറ്റാൻ കഴിയില്ല. അപ്പോൾ ആള് പല മേഖലകളിൽ കലയുടെ പല മേഖലകളിൽ ഇങ്ങനെ വിന്യസിക്കും. അതിന് എനിക്ക് പറയാനുള്ളത്, ഈ ചോദിച്ചത് വളരെ
ഇവിടെ പ്രസ് മീറ്റ് നടക്കുകയാണ്. മീഡിയ സുഹൃത്തുക്കളും എല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെളിയിൽ നിൽക്കുന്നവരാരും സംസാരിക്കരുത് പ്ലീസ്. ഷൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കല എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് ഇപ്പം ഞാൻ തന്നെ വോളണ്ടറി റിട്ടയർമെന്റ്, സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്നും വോളണ്ടറി റിട്ടയർമെന്റ് സിനിമയിലേക്ക് എടുത്ത് ചാടി എന്നൊക്കെ പറയില്ലേ, അതേപോലെ ചാടി ഒരാളാണ്. എന്നെ പോലെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരുപാട് സിനിമക്കാർ, സിനിമ ചെയ്യാൻ കഴിയുന്ന ഒരുപാട് ചെറുപ്പക്കാരും ഒരുപാട് കലാകാരന്മാർ പുറത്തു നടക്കുന്നുണ്ട്. പക്ഷെ അവരൊന്നും ഒരിക്കലും ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടൊന്നും വരുന്നില്ല. ഇൻഡസ്ട്രിക്ക് അവരുടേതായ ചില കൃത്യമായിട്ടുള്ള ചില ചേരുവകൾ ഉണ്ടാക്കുന്ന ചില ഒരു രീതിയാണ് ശരിക്കും മലയാള ഫിലിം ഇൻഡസ്ട്രി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രൊഡ്യൂസർ ഒരു സിനിമ അദ്ദേഹം ചെയ്യുന്നു, ഒരു സിനിമ ഞാൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇത്തരം എന്നെപ്പോലെ തന്നെ ഈ സിനിമ ചെയ്യാൻ നടക്കുന്ന ആൾക്കാർ അവര് അതിൽ എത്ര റിസ്ക് എടുക്കാനും തയ്യാറാവും. കാരണം പണ്ട് ബോബനമോളി ടോംസ് പറഞ്ഞവരെ ഈ ജീവിക്കാൻ വേണ്ടി മരിക്കാൻ വരെ തയ്യാറായി എന്നാണ് പറഞ്ഞത്. അപ്പൊ അത്തരം രീതിയിൽ നമ്മൾ എത്ര റിസ്ക് എടുക്കാനും തയ്യാറാവുന്ന ഒരുപാട് കലാകാരന്മാർ നമുക്കുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ അവരൊന്നും ഈ മുഖ്യധാര സിനിമയുടെ ഇതിലേക്ക് കടന്നു വരുന്നില്ല, അല്ലെങ്കിൽ അവരെ കടത്തി വിടുന്നില്ല. അത് എന്താണ് എന്നുള്ളത് നമുക്കത് മറ്റൊരു വിഷയമാണത്, അങ്ങനെ വരാത്തത് എന്തുകൊണ്ടാണ്. എങ്കിൽ തന്നെയും രണ്ടാമത്തെ വിഭാഗം, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പം എൻ്റെ സിനിമ ഇന്ത്യൻ മനോരമയിൽ മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള സിനിമ ചെയ്ത ഒരാളാണ് ഞാൻ. പിന്നെ എൻ്റെ സിനിമ ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിൽ വിൻ ചെയ്ത പടമാണ്. അപ്പം അങ്ങനെയുള്ള സംവിധായകനായിട്ട് ഞാൻ വലിയൊരു സിനിമക്കാരനെങ്കിലും ഒരു സംവിധായകനായിട്ട് ഞാൻ നിൽക്കുമ്പോൾ എന്നെ അന്വേഷിച്ച് ഒരു അടുത്തൊരു സിനിമ ചെയ്യാനായിട്ട് ജീവിതത്തിൽ ഒരു പ്രൊഡ്യൂസർമാരും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, എന്നെ ആദ്യമായിട്ട് സിനിമ ചെയ്യാനായിട്ട് സമീപിച്ച, അല്ലെങ്കിൽ ഒരു കഥ പറഞ്ഞപ്പോൾ അത് ചെയ്യാം, അത് നമുക്ക് രണ്ടുപേർക്കും കൂടെ ചെയ്യാം എന്ന്, 2 സിനിമയ്ക്ക് ചെയ്യാം എന്ന് സംബന്ധിച്ച ഈ ഷാജു വാലപ്പൻ സാറിനോട് ആദ്യം നന്ദി പറയാൻ കാരണം, അങ്ങനെ പറ്റുന്ന സിനിമയെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ അത് പറഞ്ഞത്. പേടിയില്ല, എക്സൈറ്റഡ് ആണ്. കാര്യം PRO ആയിട്ട് ചെയ്തവൻ ആ പ്രൊഫഷൻ ഇനിയും കണ്ടിന്യൂ ചെയ്ത് പോകും. കാര്യം ദൈവത്തിവരെ അനുഗ്രഹിച്ചാൽ PRO തന്നെ എൻ്റെ പ്രൊഫഷൻ, അതിൽ മാറ്റമൊന്നുമില്ല. ജേർണലിസം കഴിഞ്ഞ് ഫിലിം മേഖലയിലേക്ക് വന്നപ്പോൾ എഴുത്തിലേക്കായി, ചാനലിലേക്കായി, അങ്ങനെ പ്രൊമോഷൻ ആങ്കറിംഗ് ഒക്കെ ചെയ്തു. ആ മേഖല തുടരും. പക്ഷെ അഭിനേതാവുന്ന രീതിയിലൊരു സമാന്തര ചിത്രം, ഓഫീറ്റ് മൂവിയിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയപ്പോൾ അത് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റി, നന്നായി ചെയ്യാൻ പറ്റി എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി കണ്ടിരുന്നവർ പറയട്ടെ, എഡിറ്ററും കെഡിയോപ്പിയും ഒക്കെ ഉണ്ട്, ഡയറക്ടറും എല്ലാവരും ഉണ്ട്, അവർ പറയട്ടെ. അപ്പം ഇനി ചെയ്ത ചിത്രങ്ങളും ഇറങ്ങാറുണ്ട്. പക്ഷെ അതൊന്നും ഇത്ര ഡെപ്തുള്ള ക്യാരക്ടറൊന്നും അല്ല ഞാൻ ചെയ്തിരിക്കുന്നത്. ഈ ക്യാരക്ടർ എന്നെ ഏൽപ്പിച്ച് മലപ്പുറം മാഷിനോടും സിദ്ദീഖ് സാറിന് എത്ര നന്ദി പറയാൻ പറ്റില്ല. കാര്യം നന്ദി പറഞ്ഞാൽ തീരില്ല. അപ്പൊ അതുപോലുള്ള കഥാപാത്രം ഇനി എൻ്റെ ജീവിതത്തിൽ കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. മെയിൻ കാര്യം ഈ നമ്മുടെ ഏരിയ വെച്ച് നായക കഥാപാത്രം ഇനി ആരും പിടിച്ചിട്ടല്ലേ, ആ ഒരു ചുള്ള പ്രായമൊക്കെ നമ്മൾ കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പൊ എങ്കിലും തന്നെ ഇതുപോലെ കഥാപാത്രം ചെയ്യാൻ ആർക്കാണ് കഥാപാത്രം ചെയ്യാൻ താല്പര്യമില്ല. ഏത് ചെറിയ വേഷങ്ങൾ ചെയ്യുന്ന ആൾക്ക് ഒരു മുഴുനീള വേഷം ചെയ്യാൻ താല്പര്യം ഉണ്ടാവും, ടാലന്റ് ഉള്ളവരുണ്ടാവും. പക്ഷെ എന്നോട് ഒരു ചോദിച്ചു, അതിപ്പോഴും അവർക്ക് ഓർമ്മ വന്നു, ഈ കലാകാരനെ എവിടെ വെച്ചിരിക്കുകയായിരുന്നു, ഒന്ന് പുറത്തെടുത്ത് ഇപ്പോഴാണോ പുറത്തെടുത്ത് വന്നതെന്ന് ചോദിച്ചു. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര നമ്മുടെ തന്നെ ചിന്തയിലാകുന്ന ഒരു സംഭവമാണ്. ഭയങ്കര പ്രശംസനീയമായ ഇതാണ്. അപ്പം ഇനിയും കഥാപാത്രങ്ങൾ കിട്ടിയാൽ ചെയ്യും. പക്ഷെ PRO പ്രൊഫഷൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല. കാര്യം അത് നമ്മുടെ ചോറാണ്, അന്നമാണ്, ജീവിക്കണം. പിന്നെ ഒരുപാട് നടന്മാരും നടിമാരും നമ്മളെയൊക്കെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. നമുക്കറിയാം അവരൊക്കെ എങ്ങനെ കിട്ടുന്ന കഥാപാത്രം ചെയ്യാവുന്നേ ഉള്ളൂ. അതിൻ്റെ കൂടെ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ച് കുറേ നടക്കാറില്ല. ഞാൻ ഹോംവർക്ക് ചെയ്യും, കിട്ടുന്ന കഥാപാത്രങ്ങളെല്ലാം നമ്മൾ നോക്കാറുണ്ട്. ഓക്കെ. നേരത്തെ പറഞ്ഞു മുടക്ക് മുതൽ തിരിച്ചു കിട്ടാത്ത, അതായത് മുടക്കിയ മുതൽ തിരിച്ചു കിട്ടാൻ സാധ്യത കുറവുള്ള സിനിമയാണ്, എന്നിട്ടും സാർ ഭയങ്കര സന്തോഷത്തോടെ ഏറ്റെടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അത് കൺവിൻസ് ചെയ്യുന്ന സമയത്തും ആ ഒരു ബോധ്യം ഉണ്ടായിരുന്നു. ഞാൻ സിദ്ദിഖ് എൻ്റെ അടുത്ത് ആദ്യമായിട്ട് വന്ന് പറയുമ്പോൾ ഞാനൊരു സോഷ്യൽ വർക്കിൽ താല്പര്യമുള്ളൊരു വ്യക്തിയാണ്. എൻ്റെ പ്രവർത്തികൾ കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ തിരിച്ചു കിട്ടും, സാമ്പത്തിക നേട്ടം മാത്രം ഞാൻ ഒന്നിനും നോക്കാറില്ല.
സാമ്പത്തികം ഇറക്കി അത് തിരിച്ചു പിടിക്കുക എന്നുള്ളത് എൻ്റെ ബിസിനസ്സിൽ മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ ഒരു കലയായിട്ടാണ് കണ്ടത്. അപ്പോൾ ഈ കലാപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടണമെന്നില്ല. നമ്മൾ മറ്റുള്ള അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി ഒരു നന്മ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു നമുക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നുമ്പോൾ അത് ചെയ്യുമ്പോൾ അതിന് തിരിച്ചെന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ അത്തരത്തിൽ ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും സിനിമയിൽ പണം മുടക്കി പണം കൊയ്യുക എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് സിനിമ പിടിക്കുന്നത്. എനിക്ക് അങ്ങനെ വലിയ മോഹങ്ങളൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആശയങ്ങൾ ഇദ്ദേഹം കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്നോടൊത്തു പോകുന്ന എൻ്റെ സമൂഹത്തിന് അല്ലെങ്കിൽ എൻ്റെ നാട്ടുകാർക്ക് എൻ്റെ കൂടെ നിൽക്കുന്നവർക്കൊക്കെ ഒരു നന്മയുണ്ടാവുന്നൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഏറ്റെടുത്തു. ഇതിൽ സാമ്പത്തിക ലാഭം പ്രതീക്ഷിച്ചിട്ടില്ല, അന്നും ഇന്നും എന്നും. അങ്ങനെയാണ് ഞാൻ ഈ പടത്തിനെ കൊണ്ടുവരുന്നത്. ഞങ്ങൾ ഇനിയൊരു പ്രൊജക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് സാമ്പത്തിക ലാഭം ഉദ്ദേശിച്ചത് തന്നെയാണ്. അത് ഒരു സർക്കാർ ജോലിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു യുവാവ് നേരിടുന്ന ജാതീയപരമായ ചോദ്യം. മറ്റൊന്ന് സൊലീഹ് എന്ന് പറയുന്ന സിനിമയിൽ വരുന്നതും യാഥാസ്ഥികത്വവും പ്രതീക്ഷയും തമ്മിലുള്ളൊരു സംഭവമാണ്. ചോദിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം ആശയങ്ങൾ വരുമ്പോൾ അവിടെ കടന്നു വരുന്ന രണ്ട് കാസ്റ്റുകളാണ്, ഒന്ന് ദളിത് കാസ്റ്റും ഒന്ന് ഇസ്ലാം കാസ്റ്റും. എന്തുകൊണ്ടാണ് ഈ രണ്ട് കാസ്റ്റുകൾ പ്രത്യേകം സെലക്ട് ചെയ്ത് ഇങ്ങനെ ഒരു തീമിലേക്ക് വരാൻ? അങ്ങനെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ഈ ഒരു കാലഘട്ടത്തിലൊരു സംഭവമുള്ള ഒരു ദളിത് ഇസ്ലാം ഒരു സംഗതി, അത് എങ്ങനെയാണ് ഈ തീമിലേക്ക് ആ ഒരു കാസ്റ്റ് വരാനായിട്ട് പ്രത്യേക കാരണങ്ങളുണ്ടോ? ഞാൻ ഈ പ്രമേയം, അതായത് ഒരു മനുഷ്യനെന്ന നിലയിൽ നമ്മൾ ഒരു കേരളത്തിൽ നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലത്തേക്ക് ഇറങ്ങി നടക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മളുടെ നാട്ടിൽ ഈ സാമൂഹ്യ പരിഷ്കർത്താക്കളായി വന്നിരുന്ന ശ്രീനാരായണ ഗുരുവായൂരും സഹോദരൻ അയ്യപ്പനാണെങ്കിലും അയ്യങ്കാളിയൊക്കെ ആണെങ്കിലും അവര് ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ അത് ഉഴുതുമറിച്ചൊരു മണ്ണുണ്ട്. നടക്കാതെ പോയൊരു വിപ്ലവമുണ്ട്. ഈ ജാതീയതയുടെയൊക്കെ പേരിലുള്ള വിപ്ലവം, ഒരു സാംസ്കാരികമായ വിപ്ലവം നടന്നില്ല. അതുകൊണ്ട് ഈ ജാതി ഇവിടെ പ്രവർത്തിക്കുന്നത് അത് ശക്തമായിട്ട് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അത് ആളുകളുടെ മനസ്സിലാണ് ജാതി ഉള്ളത്. ആരും ഇവിടെ ജാതി ചോദിക്കാറില്ല. പക്ഷെ ആളുകളുടെ എല്ലാവരും മനസ്സിൽ ശക്തമായിട്ട് നിലനിൽക്കുന്ന ഒരു അന്യായമാണ് ഈ ജാതി വ്യവസ്ഥ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഗാന്ധിജി പറഞ്ഞു, അൺടച്ചബിലിറ്റി ഈസ് എ ക്രൈം അഗൈൻസ്റ്റ് ഗോഡ് ആൻഡ് മാൻ. അതായത് അസ്പൃശ്യത, അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു. ഈ ശ്രീനാരായണഗുരുവായാലും നമ്മുടെ തൊട്ടടുത്ത താമസിക്കുന്ന ചെറായിലുണ്ടായിരുന്ന സഹോദരൻ അയ്യപ്പനാണെങ്കിലും അയ്യങ്കാളി, മറ്റേ ബാബാ സാഹിബ് അംബേദ്കർ. ഞാൻ ഈ സിനിമയ്ക്ക് പ്രമേയമാക്കിയ കഥാപാത്രത്തെ ഞാൻ രൂപപ്പെടുത്തിയത് അംബേദ്കർ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ നിന്നാണ്. അപ്പോൾ അദ്ദേഹമൊക്കെ ആ സൊസൈറ്റിയിൽ ഇത്രയും വലിയ വിദ്യാഭ്യാസം നേടിയിട്ടും അനുഭവിച്ച ഒരു വല്ലാത്ത പ്രതിസന്ധി ഉണ്ട്. ഇത് സത്യത്തിൽ രോഹിത് വെമുല, നിങ്ങൾക്കറിയാം, രോഹിത് വെമുല എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യയുണ്ട് വന്നു. കാരണം അത് ഈ ജാതി വ്യവസ്ഥ അതിനെക്കുറിച്ച് തിരിച്ചറിയുന്ന മനുഷ്യന്മാർക്ക് മാത്രമേ പ്രശ്നം വരുള്ളൂ. അല്ലാതെ ഇപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഇതുള്ളത് അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗം എന്ന് പറയപ്പെടുന്ന അങ്ങനെ ഒരു വിഭാഗമില്ല ലോകത്തെവിടെ. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ആ ചിന്ത പോകില്ല. പക്ഷെ വിദ്യാഭ്യാസവും അവരുടെ കുറിച്ച് ചിന്താശേഷിയുള്ള ആൾക്കാരെ അനുഭവിക്കുന്ന വലിയൊരു വിഷയമുള്ളത്. അപ്പോൾ അത് ശരിക്കും ഇപ്പോഴും അഡ്രസ്സ് ചെയ്യാതെ പോവുകയും അത് ഇപ്പോഴും അത് സമൂഹത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആ 100 വർഷം മുമ്പ് നാരായണ ഗുരുവും അല്ലെങ്കിൽ അയ്യങ്കാളിയും സഹോദരൻ അയ്യപ്പനും അല്ലെങ്കിൽ പൊയ്കയിൽ അപ്പച്ചനും അങ്ങനെ ഒരുപാട് സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകർ ചെയ്തു വെച്ച പ്രവർത്തികളിൽ നിന്നും എത്രത്തോളം നമ്മൾ മുമ്പോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം, ഗുരുവായൂർ അമ്പലത്തിൽ ഒരു പാചകക്കാരെ ക്ഷണിക്കുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പാചക കലയിൽ ബിരുദം നേടിയ 10 വർഷം പ്രവൃത്തി പരിചയമുള്ള ഒരാളെ വിളിക്കുന്നതിന് പകരം ഒരു മലയാള ബ്രാഹ്മണൻ വേണമെന്ന് നിർബന്ധം പിടിക്കുന്നു. അപ്പം നമ്മൾ എവിടെയാണ് നിൽക്കുന്നു എന്നുള്ളൊരു പിക്ചർ അതിലുണ്ട്. അപ്പം അത്തരത്തിലുള്ള നമ്മുടെ സൊസൈറ്റിയിലെ ചിന്തകളാണ് ഈ നിഴൽ വ്യാപാരികൾ. ഇവരെ നമുക്ക് കാണാൻ കഴിയാത്തത് കൊണ്ടാണ് ഇവർ നിഴൽ വ്യാപാരികൾ എന്നുള്ള പേര് നമുക്ക് കൊടുക്കുന്നത്. 2 കഥാപാത്രങ്ങളെ ഒരേ ദിവസം അഭിനയിപ്പിച്ച് അത് നല്ല രീതിയിൽ ഔട്ട് കിട്ടിയെന്ന് സംവിധായകനടക്കം പറയുന്നു. അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെ തയ്യാറെടുപ്പ് നടത്തി? ആക്ച്വലി തയ്യാറെടുപ്പ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം എനിക്ക് തന്നിട്ടില്ല. സാറിന്റെ രീതി എന്ന് പറയുന്നത് മോർണിംഗ് നമ്മൾ വരും,
മോർണിംഗ് നമ്മൾ വരും. സർ കഥ എഴുതുന്നത്. So he'll give me that whatever he had written and he'll tell by heart it. വേഗം പഠിച്ച മനുഷ്യരെ ഇത് പറയും. അങ്ങനെ എന്നെ കൊണ്ട് മഹാഭാരതത്തിലെ, രാമായണത്തിലെ, ഖുറാനിലെ ഹദീസും ഇങ്ങനെ 2-3 സാധനം ബൈ ഹാർട്ട് ചെയ്ത് വാൽമീകി രാമായണം. അപ്പോൾ ഞാൻ ഇതിന് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ബട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് ഞാൻ ഒട്ടും ലൈക്ക് ഇനീഷ്യലി ഞാൻ വിചാരിച്ചു ഞാനിത് ഭയങ്കരമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നു, ഞാനിത് പോവാണ്. പക്ഷെ ലൈക്ക് എനിക്ക് തോന്നുന്നു ക്ലൈമാക്സിന് ഒരു 3 ദിവസം മുന്നെയാണ് പടത്തിന്റെ കഥ എന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായത്. ലൈക്ക് ഹൗ സോഷ്യലി റിലവൻറ്റ് ദ ടോപ്പിക് വാസ്. ആ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് ആക്ച്വലി പടം ഏകദേശം കഴിയാറായപ്പോഴാണ്. പിന്നെ 2 ക്യാരക്ടർ എന്ന് പറയുമ്പോൾ രണ്ടും എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിട്ടുള്ളവരാണ്. ഒരാൾ വളരെ പാവം, അതായത് ഒട്ടും പ്രതികരണ ശേഷി ഉണ്ടെങ്കിൽ കൂടി ലൈക്ക് ഷീ കാണ്ട് എന്താ പറയാ, അവരെ സ്വന്തമായി എക്സ്പ്രസ് ചെയ്യാൻ പോലും പറ്റാത്ത ഒരു സ്ത്രീയും, എങ്കിലും നമ്മൾ ഒരു ഫുള്ളി എക്സ്പ്രസീവ് അല്ലെങ്കിൽ ഒരു ഫുള്ളി ഫ്രീഡം കൊടുത്ത ഒരു സ്ത്രീയും തമ്മിലുള്ള അന്തരം എങ്ങനെയായിരിക്കും. ആ 2 ക്യാരക്ടറാണ് ഞാൻ പ്ലേ ചെയ്യുന്ന 2 ക്യാരക്ടർ. സോ എനിക്ക് തോന്നുന്നു ഒരു ക്യാരക്ടർ ഞാൻ തീർച്ചയായും ഞാൻ എന്നെ റിലേറ്റ് ചെയ്യും. ഞാൻ കംപ്ലീറ്റ്ലി ഫ്രീഡം ഉള്ള ഒരാളാണ്. കംപ്ലീറ്റ്ലി ഞാൻ പറയുന്നില്ല, ബിക്കോസ് ദർ ആർ സർട്ടൻ, ഇപ്പൊ നമ്മൾ സാർ പറഞ്ഞ പോലെ നമുക്ക് എപ്പോഴും ഒരു കടിഞ്ഞാണ് നമ്മളെ ചുറ്റിലും ഉണ്ട്, അത് സ്ത്രീ എന്നുള്ള പേരിലും ഉണ്ട് നമുക്ക്. സോ അത് നമുക്ക് വിടാം. കംപ്ലീറ്റ്ലി എന്നുള്ള ഇതിനേക്കാളും ഞാൻ ഡെഫിനിഷൻ കൊടുക്കുന്ന ഒരു ഫ്രീഡം എനിക്കുണ്ട്. കാര്യമൊക്കെ പറയുമ്പോൾ ചുറ്റുമുള്ള പരിചിത മുഖങ്ങളിൽ നിന്നും കഥാപാത്രങ്ങൾക്ക് യോജിച്ചവരെ കണ്ടെത്തുകയായിരുന്നു. അല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് സംഭവം. അതായത് കച്ചവട സിനിമ ഇല്ലാത്ത കലാമേന്മയുള്ള സിനിമ എടുക്കാൻ നടക്കുന്ന ഒട്ടനവധി ആൾക്കാരുടെ ചെറുപ്പക്കാരുണ്ട്. ഇപ്പം എറണാകുളത്ത് എനിക്ക് തോന്നുന്നു അഭിനയിക്കാൻ വേണ്ടി വന്ന് റൂമെടുത്ത് താമസിക്കുന്ന 45,000 ആൾക്കാരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാങ്കേതിക പ്രവർത്തകർ പറയും. ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണത്. അപ്പോൾ നമ്മൾക്ക് അതൊന്നുമല്ല വിഷയം. സിനിമയ്ക്ക് കഥ എഴുതാൻ നടക്കുന്നവർ മറ്റുള്ളവരൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ സിനിമയ്ക്ക് ഇല്ലാത്തൊരു സംഭവം, അതിന് പണമറക്കാൻ കഴിയുന്ന ആളുകളില്ലാതിരിക്കുക തന്നെയാണ് വിഷയം. അപ്പോൾ കഥാപാത്രങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾക്ക് ഒരു അനുയോജ്യമായി, ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ ഈ ജാനകിയമ്മ എന്ന് പറയുന്ന സിനിമ, ഇപ്പോൾ വാൽപ്പമാഷ് സംവിധാനം ചെയ്യുന്ന സിനിമയിലെ ജാനകിയമ്മ എന്ന കഥാപാത്രത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ തൊട്ട് മുമ്പിൽ പെട്ടെന്ന് കടന്നു വരുന്നു നസീബത്ത. അപ്പം തന്നെ ഞാൻ അതിൻ്റെ ആളെ വിളിച്ചു പറഞ്ഞു, നസീബത്ത വന്ന ഇതൊരു കഥാപാത്രം എന്ന് പറയുമ്പോൾ അവരുടെ ആകൃതി കൊണ്ട് 50% കിട്ടും. പിന്നെ ബാക്കി ചെയ്യുന്നത് ചെയ്യിച്ചെടുക്കുന്നതാണ്. അപ്പം അങ്ങനെ ചെയ്യിക്കാനൊക്കെ നമുക്ക് കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല. പിന്നെ വലിയ നടന്മാരിലേക്കൊന്നും നമ്മൾ ഇതുവരെ പോകാൻ കഴിഞ്ഞിട്ടില്ല. അതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇത് കുറച്ച് ടേക്കുകളൊക്കെ കൂടും. ആ സമയത്ത് നമ്മൾ അവർ പറയുന്ന ഡയലോഗ് ഈ ക്യാമറയിൽ കുരുത്തോലെ എന്തോലും ചുറ്റണം എന്നൊക്കെ പറയും. അപ്പോൾ അവർ പെട്ടെന്ന് ശരിയായി വരും. ഇതൊക്കെയാണ് സംഭവിക്കാറ്. താങ്ക് യു. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ സിനിമാ മേഖലയിൽ നിന്ന് ഒരു PR-ഓ ഇതാവിടെ മലയാള സിനിമയിൽ അദ്ദേഹത്തിന്റെ നക്ഷത്രങ്ങൾ രേഖപ്പെടുത്താനായിട്ട് വരുന്നു. അപ്പൊ അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കുക. ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു ഷെയിൻ ചേട്ടനുണ്ട്. എല്ലാം ചെറിയ മീഡിയെന്നോ വലിയ മീഡിയെന്നോ എനിക്ക് PR-മാരെ കണ്ടിട്ടുള്ള ഷെയിൻ ചേട്ടൻ്റെ ഒരു പ്രത്യേകത, ചെറിയ തുടക്കക്കാരനാണെങ്കിൽ പോലും എല്ലാവരും പേരറിയാം പുള്ളിക്ക്. അപ്പോൾ എല്ലാവരെയും അനുജന്മാരെ പോലെ ചേർത്ത് നിർത്തി. ഇപ്പം ഞാനൊക്കെ വരുന്ന സമയത്ത് ഫസ്റ്റ് ഷെയിൻ ചേട്ടൻ്റെ ഗ്രൂപ്പ്, ഇവിടെ ആര് ഓൺലൈൻ രംഗത്ത് വന്നാലും ഫസ്റ്റ് ഷെയിൻ ചേട്ടൻ്റെ ഗ്രൂപ്പിലായിരിക്കും കയറുന്നത്. അപ്പോൾ അത് ഷെയിൻ ചേട്ടൻ എല്ലാവരും അനുജന്മാരെ പോലാണ് കരുതുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഒരു സന്തോഷമുണ്ട് ഷെയിൻ ചേട്ടനെ ഇങ്ങനെ കാണുമ്പോൾ. അപ്പോൾ ഭയങ്കര സന്തോഷം. അദ്ദേഹത്തിന് എനിക്ക് ഒട്ടും ആത്മവിശ്വാസ കുറവുണ്ടായിരുന്നില്ല. ഞാൻ അദ്ദേഹത്തെ കഥാപാത്രം ചെയ്യാനായിട്ട് ഞങ്ങൾ ഒരുപാട് ആൾക്കാരോടെ പുള്ളി പറഞ്ഞ പോലെ പോയി. അവസാനം ഞാൻ പറഞ്ഞു നിങ്ങൾ തന്നെ ചെയ്യണം. പക്ഷെ അപ്പൊ പുള്ളി പറഞ്ഞത് പ്രധാന നായക കഥാപാത്രമല്ലേ, അങ്ങനെ പുള്ളി അവിടെ ചെയ്യുന്നു.
പക്ഷെ പുള്ളി പറഞ്ഞ പോലെ ഞാൻ ഒരു സീൻ എടുക്കുമ്പോൾ പുള്ളിയോട് പറഞ്ഞു, നിങ്ങൾ ആ പാട്ട് കേട്ടുകൊണ്ടിരിക്കേണ്ടത് നിങ്ങളുടെ കാതുകൾ അടച്ചു വയ്ക്കുക, നിങ്ങളുടെ ഹൃദയം കൊണ്ട് കേട്ടാൽ കറക്റ്റ് ആവുമെന്ന് പറഞ്ഞു. അദ്ദേഹം ആ പാട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു സിംഗിൾ ടേക്കിലാണ് ആ സാധനം പോകുന്നത്. അദ്ദേഹത്തിന് കണ്ണീര് ഇങ്ങനെ കണ്ണീര് വരുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇയാളാണ് പുലിയാണ്, ഇയാളുടെ നക്ഷത്രങ്ങൾ മലയാള സിനിമയിൽ വരുന്നു. അപ്പം എന്തായാലും പുള്ളി നിങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും, ആ കാര്യത്തിൽ സംശയമില്ല. അപ്പൊ പുള്ളിയെ നിങ്ങൾ കഴിയുന്നത്ര പ്രൊമോട്ട് ചെയ്യുക. കാരണം ഒരിക്കലും നിങ്ങൾക്ക് അതിൽ ഭിന്നിക്കേണ്ടി വരില്ല. കാരണം അദ്ദേഹം നല്ല പ്രകടനമാണ് ഇതിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഷെയ്ജയുടെ സിനിമ കഴിഞ്ഞു കഴിയുമ്പോൾ ഷെജിൻ ഫാൻസ് അസോസിയേഷൻ എന്നുള്ള രീതിയിലേക്ക് അതെ, കട്ടൗട്ടർ വെക്കുക, അതൊന്നും വേണ്ട. ഇത് നമ്മുടെ കരിയർ എങ്ങനെയാണെന്ന് മേളിലേക്ക് ദൈവം തീരുമാനിക്കും. സിനിമയിൽ ഇപ്പൊ അഭിനേതാവെന്ന രീതിയിലാണോ PR എന്ന രീതിയിലാണോ, നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ച് പോകും. അല്ല ഇതിനു മുമ്പ് ഷെയ്ജേട്ടൻ കാണുമ്പോൾ ഷെയ്ജേട്ടൻ PR വർക്കായിരുന്നു, പിന്നെ പാടും, പിന്നെ ആക്ട് ചെയ്യും, ഇങ്ങനെ സകലകലാവല്ലഭനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലാത്ത കാര്യത്തിൽ. അപ്പൊ എന്തായാലും വിഷ് ഓൾ ദി ബെസ്റ്റ്. നല്ലൊരു ഒരു പ്രശ്നം മാത്രമാണ് എനിക്ക് ഉണ്ടാക്കിയിരുന്നത്. ഞാനിതില് ഇദ്ദേഹം ഒരു 10 മിനിറ്റകം മഴ നനഞ്ഞു പോകുന്നൊരു സാധനം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ മാഷോട് പറഞ്ഞില്ല, ഇദ്ദേഹം ഇങ്ങനെ 10 മിനിറ്റ് മഴ നനഞ്ഞു പോകണം. അപ്പൊ ഇദ്ദേഹം ആദ്യം തന്നെ എന്നോട് പറഞ്ഞ് സിനിമ എല്ലാം കഴിഞ്ഞിട്ടേ മഴ നനയാൻ പറ്റുള്ളൂ, കാരണം മഴ കൊണ്ടാൽ അസുഖം വരുമെന്ന്. അപ്പൊ അത് അവസാന സമയത്താണ് ഈ മഴ നനയുന്നെടുത്തത്. അത് 4ന്റെ മോട്ടോർ വെച്ചിട്ട് 2 വെച്ചിട്ട് മുകളിലേക്ക് വിടയിരുന്നു മഴ. അത് മുഴുവനും കൊണ്ട് നിന്ന് പുള്ളി 1 മണിക്കൂറോളം. തുടരും സിനിമയിൽ മോഹൻലാലിന് ശേഷം മഴ കൊണ്ട ഏറ്റവും വലിയ അതെ. ഇദ്ദേഹം പിന്നെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി, ഇദ്ദേഹത്തിന് അങ്ങനെ മഴ കൊണ്ടാലും പിറ്റേ ദിവസം പനി പിടിക്കില്ല എന്നുള്ളത് ബോധ്യമാകുകയാണ്. ഇനി അത്തരം ശീലങ്ങൾ ആദ്യം വെക്കുന്നതായിരിക്കും.